നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ CPI അക്ഷരാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കാമെന്നുള്ള ഭയം ഏറ്റവും നന്നായുള്ളത് CPIക്കാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ CPIയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ CPI നിർത്തുന്ന സ്ഥാനാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIയുടെ ചില സീറ്റുകൾ CPM ഏറ്റെടുക്കും. ഈ ഒരു ഭയം നന്നായി CPIക്കുണ്ട്. ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വന്നതിന് ശേഷം CPI നേതൃത്വത്തിൽ ഒരു ചങ്കിടിപ്പുണ്ടെന്നാണ് ആ പാർട്ടിയിലെ നേതാക്കൾ പറയുന്നത്. കാരണം സ്വർണ്ണപ്പാളി വിവാദം ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കുമെന്ന വിശ്വാസം CPIക്ക് നന്നായുണ്ട്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ CPIയുടെ ശക്തി കേന്ദ്രങ്ങൾ പലതും ഈ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ്. തിരുവനന്തപുരം, കൊല്ലം, തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലാണ് യഥാർത്ഥത്തിൽ CPIക്ക് MLAമാരുള്ളത്. തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് യഥാർത്ഥത്തിൽ CPIക്ക് ശക്തിയുള്ളത്. അവിടെ ഈ ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിലാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ കൂടുതലായും ജയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഏരിയകളിൽ, അത്തരം പ്രദേശങ്ങളിൽ ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം വലിയ തോതിൽ ബാധിക്കും, പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഇടതുമുന്നണി കണക്ക് കൂട്ടുന്നുണ്ട്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരിക, തിരിച്ചടി നേരിടേണ്ടി വരിക, പ്രതിസന്ധി മുന്നിൽ കാണേണ്ടി വരിക CPIക്കായിരിക്കും. CPIയുടെ സ്ഥാനാർത്ഥികളിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നിർത്തിയിട്ടുള്ള CPIയുടെ സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷവും പരാജയപ്പെട്ടാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിനിമം 3 സീറ്റെങ്കിലും തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് ഇപ്പോൾ CPI. പറവൂർ പോലുള്ള സീറ്റുകൾ CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കുമെന്നുള്ള സൂചന നേരത്തെ തന്നെ ശക്തമായിരുന്നു. അതോടൊപ്പം തന്നെ CPI പരമ്പരാഗതമായി മത്സരിച്ച് തോൽക്കുന്ന ചില സീറ്റുകളും CPM ഇത്തവണ ഏറ്റെടുത്തേക്കും. CPI സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വ്യാപകമായി പരാജയപ്പെടുന്ന അന്തരീക്ഷം ഉണ്ടായാൽ പിന്നെ ഒന്നും നോക്കാതെ CPMന് ആ സീറ്റുകൾ ഏറ്റെടുക്കാൻ കഴിയും. ഇതാണ് CPIയെ ഭയത്തിലാക്കുന്നത്. അതിനെ തടയാനുള്ള ചില ശ്രമങ്ങളൊക്കെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിലും ശബരിമല വിഷയം യഥാർത്ഥത്തിൽ CPMനേക്കാൾ ബാധിക്കുന്നത് CPIയാണ്. അതാരും മനസ്സിലാക്കുന്നില്ല എന്നാണ് ഒരു മുതിർന്ന CPI നേതാവ് നമ്മളോട് പറഞ്ഞത്. കാരണം യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൃത്യമായ സംഘടനാ ശേഷിയുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അവരുടെ CPM ആണല്ലോ. കൃത്യമായ സംഘടനാ ശേഷി, ഭരണത്തിൻ്റെ 10 വർഷമായുള്ള ഭരണത്തിൻ്റെ ബലം, അതിൻ്റെ സമ്പത്ത്, അണികളെ പിടിച്ചു നിർത്താനുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ കരുത്ത്, ഇതെല്ലാം കൊണ്ട് CPM ഒരു പക്ഷേ കടന്നുകൂടും. പക്ഷേ CPI അങ്ങനെയല്ല. CPMന് നേരെയുള്ള കുത്തൊഴുക്ക്, ജനവികാരത്തിൻ്റെ കുത്തൊഴുക്ക് ഏറ്റവും അധികം ബാധിക്കുക CPIയെ തന്നെയാണ്. CPMനെ പിടിച്ചെടുക്കാൻ കഴിയും. നേരത്തെ പറഞ്ഞ ഒരു കടർ സംവിധാനത്തിൻ്റെ ശക്തമായ പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട്, പണമുള്ളതുകൊണ്ടും സ്വാധീനമുള്ളതുകൊണ്ടൊക്കെ അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയും. പക്ഷേ CPIക്ക് ഇതൊന്നുമില്ല. ഇടതുമുന്നണിക്കെതിരെ രോഷം ശക്തമായാൽ ഏറ്റവും അധികം അനുഭവിക്കേണ്ടി വരിക CPIയുടെ സ്ഥാനാർത്ഥികൾ തന്നെയായിരിക്കും. അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും. അങ്ങനെ വരുമ്പോൾ CPM ബുദ്ധിപൂർവ്വം തങ്ങളുടെ സീറ്റുകൾ അടിച്ചു മാറ്റുമോ എന്നുള്ള ഭയമാണ് CPIക്കുള്ളത്. ഏതായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഇടതുമുന്നണി പിടിച്ചു കുലുക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അത് തങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മേൽ ഒരു കൊലക്കയറായി മാറുമോ എന്നുള്ള ഭീതി നന്നായി CPI നേതൃത്വത്തിലുണ്ട്. പല നേതാക്കളും അത് പറയുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് കാണിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥികളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പരാജയപ്പെട്ടല്ലോ, ഇത് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും നിയമസഭാ സീറ്റുകൾ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ ആ സീറ്റുകൾ CPM പിടിച്ചെടുക്കുമോ എന്നുള്ള ഭയം. തൃശ്ശൂരും പറവൂരും ഏതായാലും വിട്ടുകൊടുക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. തൃശ്ശൂരും പറവൂരും കാലാകാലങ്ങളായി 1980 മുതൽ CPI കൈവച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ്. ഈ 2 സീറ്റുകളും വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന് ഏറെക്കുറെ അവർക്ക് ഉറപ്പായിട്ടുണ്ട്. ഇനി മറ്റ് സീറ്റുകളിലും CPM അവകാശവാദം ഉന്നയിക്കുമോ എന്നുള്ള ഭയത്തിലാണ് CPI. ഏതായാലും ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഇടതുമുന്നണിക്ക് പൊതുവായി തിരിച്ചടി ഉണ്ടാക്കുമെങ്കിലും CPMന് ക്ഷീണമുണ്ടാക്കുമെങ്കിലും ബാധിക്കുക CPIയെ തന്നെയായിരിക്കും.